ജർമ്മനിയിൽ ഫ്ലൈറ്റ് ഇറങ്ങിയ ശേഷം എന്ത് ചെയ്യണം? ഇമിഗ്രേഷൻ മുതൽ ഹോസ്റ്റ് ഓർഗനൈസേഷൻ വരെ ഓരോ സ്റ്റെപ്പും അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആദ്യ ദിവസം തന്നെ പാനിക്കാകാം. പലരും വിസ കിട്ടുന്നത് വരെ മാത്രം തയ്യാറെടുക്കും. പക്ഷേ ജർമ്മനിയിൽ ഇറങ്ങിയ ശേഷം ഇനി എവിടേക്ക് പോകണം, അതുപോലെ തന്നെ ഇമിഗ്രേഷനിൽ എന്ത് ചോദിക്കും, ഹോസ്റ്റ് ഓർഗനൈസേഷൻ എങ്ങനെ കാണും, ഇങ്ങനെ നിരവധി സംശയങ്ങൾ ഉണ്ടാകാം. ആദ്യ ദിവസം കൺഫ്യൂഷൻ ആയാൽ മനോഹരമായൊരു തുടക്കം പോലും സ്ട്രെസ്സായിട്ട് മാറും. ജർമ്മനിയിൽ എത്തിയ ശേഷം സാധാരണയായി ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ ഇവയൊക്കെയാണ്. എയർപോർട്ട് ഇമിഗ്രേഷൻ പൂർത്തിയാക്കുക. അവർ ഇമിഗ്രേഷനിൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പാസ്പോർട്ട്, വിസ, ഹോസ്റ്റ് ഓർഗനൈസേഷൻ തുടങ്ങിയവ കാണിക്കുക. ലഗേജ് കളക്ട് ചെയ്തതിന് ശേഷം ഹോസ്റ്റ് ഓർഗനൈസേഷനെയോ അല്ലെങ്കിൽ കോൺടാക്ട് പേഴ്സണെ അറിയിക്കുക. മുൻകൂട്ടി തീരുമാനിച്ച യാത്രാമാർഗം ട്രെയിൻ അല്ലെങ്കിൽ ബസ് അല്ലെങ്കിൽ ഹോസ്റ്റ് ഓർഗനൈസേഷൻ്റെ പിക്കപ്പ് ഉപയോഗിച്ച് താമസ സ്ഥലത്ത് എത്തുക. ഹോസ്റ്റ് റെപ്രസെൻറ്റേറ്റീവിനെ കണ്ട ശേഷം അക്കോമഡേഷൻ ചെക്ക് ഇൻ പൂർത്തിയാക്കുക. നിങ്ങളുടെ റൂം, റൂൾസ്, ഡെയിലി സ്കെഡ്യൂൾ എന്നിവ മനസ്സിലാക്കുക. വൈഫൈ ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ വീട്ടുകാരെ സുരക്ഷിതമായി എത്തിയെന്നുള്ള വിവരം അറിയിക്കുക. ആദ്യ ദിവസം പെർഫെക്റ്റ് ആവണമെന്നില്ല, പക്ഷേ കാമായി ഓരോ കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമാവും. ഇന്നലെ വരെ ജർമ്മനി ഒരു സ്വപ്നമായിരുന്നു, പക്ഷേ ഇന്നത് നിങ്ങളുടെ പുതിയൊരു അഡ്രസ്സാണ്. ഭയം സ്വാഭാവികമാണ്. പുതിയ ഓരോ തുടക്കത്തിനും പിന്നിലൊരു മനോഹരമായ ഭാവിയുണ്ട്. ഈ ഒരു വീഡിയോ സേവ് ചെയ്യുക. ജർമ്മനിയിലേക്ക് ഉടൻ യാത്ര ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. കമൻറ്റിൽ Day 1 എന്ന് എഴുതുക. അടുത്ത വീഡിയോയിൽ ജർമ്മനിയിൽ എത്തിയ ശേഷം ആദ്യ ആഴ്ചയിൽ നിർബന്ധമായും ചെയ്യേണ്ട ഒഫീഷ്യൽ ഫോർമാലിറ്റീസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ വിശദീകരിക്കാം. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക്